ഹായ്, ഞാനിന്നിവിടെ പറയുന്നത് 5.1 ഔട്ട് ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ലാപ്ടോപ്പിന്റെ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതാണ് ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത്. പല യൂട്യൂബ് വീഡിയോസിലും നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് 5.1 എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് വില കൂടിയ ഡിവൈസുകൾ വെച്ചാണ് അവർ കണക്ട് ചെയ്തെടുക്കുന്നത്. AVR ആമ്പ് പോലുള്ള അസംബിൾ ചെയ്ത ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വിലയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കാറില്ല. അപ്പൊ സിമ്പിളായിട്ട് അത് എങ്ങനെ ഔട്ടായി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് 5.1 ഓഡിയോ എടുക്കാം എന്ന് നോക്കാം. അതിന് മാറ്റങ്ങൾ സെറ്റിംഗ്സിൽ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ചില വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട്. അതായത് കൺട്രോൾ പാനൽ സെർച്ച് ചെയ്യാം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ സൗണ്ട് സിസ്റ്റം കണ്ടോ, ഇതിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഗറേഷൻ സ്പീക്കേഴ്സ് കാണാം. ഇത് കണ്ടോ, സ്റ്റീരിയോ എന്നാണ് കാണിക്കുന്നത്. പക്ഷെ എൻ്റെ ലാപ്ടോപ്പ് ഒരു 70,000 രൂപ റേഞ്ച് വരുന്ന ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇതിൽ സ്റ്റീരിയോ എന്നാണ് കാണിക്കുന്നത്. അതായത് യൂട്യൂബിൽ പല വീഡിയോസിലും കണ്ട് സ്റ്റീരിയോ എന്ന് കാണിക്കുന്ന ലാപ്ടോപ്പുകളിൽ അതായത് ഇവിടെ കാണിക്കുന്നില്ല. 5.1 7 നമുക്ക് കാണിക്കുന്നില്ല ഓപ്ഷൻ. അപ്പൊ അവർ പറയുന്നത് ഇതിൽ 5.1 കിട്ടില്ല എന്നാണ്. ഫസ്റ്റ് ടൈം ഞാനും വിചാരിച്ചത് അതേപോലെ തന്നെയാണ്, കിട്ടില്ല. ഒരുപാട് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. എനിക്ക് മനസ്സിലായത് അതിനുവേണ്ടി ഒരു കൺവേർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കൺവേർട്ടർ ഏകദേശം ഈ റേഞ്ച് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കൺവേർട്ടറാണ്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഈ കൺവേർട്ടർ നമ്മുടെ HDMI വഴിയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. HDMI വഴി ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ സൗണ്ടിൽ ഇവിടെ 5.1 കാണിക്കും. ഈ കൺവേർട്ടർ 5.1 മാത്രം കൺവേർട്ട് ചെയ്യൂ. 7.1 കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടറുകളും ഉണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ കാണിക്കും. ഇത് മാത്രം കണക്ട് ചെയ്യുമ്പോൾ 5.1 കാണിക്കുന്നതാണ്. അതായത് നെക്സ്റ്റ് അടിക്ക് പോവാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, അത് സ്പീക്കർ കണക്ഷനൊക്കെ കൊടുക്കേണ്ട ഇതൊക്കെ നോർമൽ എല്ലാവരും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, കമന്റിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം നമുക്കൊരു ആപ്ലിക്കേഷൻ എടുക്കേണ്ടതുണ്ട്. അതായത് മൈക്രോസോഫ്റ്റിന്റെ സ്റ്റോറിൽ പോകാം. ഡോൾബി ആക്സസ് സെലക്ട് ചെയ്യാം. ഇത് ഇവിടെ ഓപ്പൺ ആണ്, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. ഇതേപോലെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ചെയ്യാം. രണ്ട് ഓപ്ഷൻ കാണിക്കും. ഇതിൽ ഹോം തിയേറ്ററിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം സെറ്റപ്പ് അടിക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കോൺഫിഗറേഷൻ വരും. അതായത് ലാപ്ടോപ്പിന്റെ സെറ്റിംഗ്സിലായിട്ട് നേരിട്ട് ചെല്ലുകയാണ്. അതിൽ ഈ സ്പീക്കർ ലാപ്ടോപ്പിന്റെ 2 ചാനലിന്റെ സ്പീക്കറാണ്. ഇതിനായിട്ട് നമ്മൾ കൺവെർട്ടർ കണക്ട് ചെയ്യുമ്പോൾ ആ കൺവെർട്ടറിന്റെ പേരും ഡിജിറ്റലിന്റെ ഓപ്ഷനും വരും. അത് നമ്മൾ ഓക്കെ കൊടുക്കാം. ഇത്രയും ചെയ്യേണ്ടുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യാം, ബാക്ക് പോരാം. ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസ് ഉണ്ട്. 5.1 വീഡിയോസ് കാണാൻ സാധിക്കും. അതായത് 5.1 എഫക്റ്റ് കറക്റ്റായി നമുക്ക് ഔട്ടായി കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ ഇത് ഒരു നല്ലൊരു കൺസെപ്റ്റാണ്. 7.1 ചെക്ക് ചെയ്യുന്നതാണ്, നമുക്ക് 5.1 ചെക്ക് ചെയ്യാൻ സാധിക്കും ഇതിൽ. ഓക്കെ, ഇത് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൺവെർട്ടറും ലാപ്പും കറക്റ്റ് ഔട്ട് തരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ.